ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ വന്നിട്ട് ക്രിസ്മസിന് എടുത്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മുടെ ഓഫീസിൽ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ദേവിനാണ് മോനും അവിടെ വന്ന് ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം മോൻ അത് കണ്ടിട്ട് അതൊന്ന് മുറിക്കണേ. അപ്പോൾ എന്നോട് പറഞ്ഞാൽ ഇച്ചിരി നേരം കഴിയട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് മുറിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മുറിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ദേ മക്കളെ രണ്ടുപേരും വിളിച്ച് അവരവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇവർ അച്ഛനും മക്കളും കൂടെ കേക്കൊക്കെ മുറിച്ചു. അപ്പം നമ്മുടെ ഓഫീസിലൊരു കുട്ടി വൈൻ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വൈനിൻ്റെ ഒഴിച്ച് വെച്ച ഗ്ലാസ്സൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ വിനോദനും മക്കളും കൂടെ കേക്കൊക്കെ മുറിച്ചു. എന്നിട്ട് എല്ലാവർക്കും വൈനൊക്കെ കൊടുത്തു കേട്ടോ. എന്നിട്ട് എല്ലാവർക്കും കേക്ക് മുറിക്കാൻ വേണ്ടി കുനുകുനാന്നൊക്കെ കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ എല്ലാവരും കേക്കൊക്കെ എടുത്ത് കഴിക്കുവാണ്. എല്ലാവരും നല്ല ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞു കേട്ടോ. അന്നേരത്തേലും ഞാൻ അവിടെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയൊരു ഡ്രസ്സായിരുന്നു കേട്ടോ. നല്ല ഡ്രസ്സായിരുന്നു കേട്ടോ, ഒരു ഫ്രോക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന ഒരു റെഡ് കമ്മലൊക്കെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു ഡ്രസ്സായിരുന്നു കേട്ടോ, നല്ല സുഖമുണ്ടായിരുന്നു അത് ഇട്ടിട്ട്. അപ്പോൾ ഇത് അങ്ങനെ ഇട്ടു. പിന്നെ മക്കൾക്കൊക്കെ ഡിഫറെൻറ്റ് ഉടുപ്പാണ് കേട്ടോ. മോനെ നോക്കിയിട്ട് വൈറ്റ് കളറൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് മോനാ യെല്ലോ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്കതിൻ്റെ ഒരു പരിഭവമൊക്കെ ആയിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നതാണ് എപ്പോഴും സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇടിപ്പിച്ചുകൊണ്ട് പോകുന്നതാണ് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഓരോന്നൊക്കെ പറയുവാണ്. കാരണം വേറൊന്നുമല്ല, ഞങ്ങൾക്ക് ആർക്കും ഉണ്ടല്ലോ ഈ പ്ലം കേക്ക് ഇഷ്ടമല്ല. അപ്പം എന്തോ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല ഞങ്ങൾക്ക്. നമ്മൾ ബർത്ത്ഡേ കേക്ക് മുറിക്കുന്ന നല്ല കേക്കില്ല, അതൊക്കെയാണ് ഇഷ്ടമായി. അപ്പോൾ കുഞ്ഞാ കത്തിയെടുത്ത് ആ കേക്ക് അറഞ്ചും പൊറഞ്ചും വെട്ടുവാണേ. അപ്പോഴത്തേനും മൊത്തം ആർക്കും കഴിക്കാൻ മേലാത്ത രീതിയിൽ മൊത്തം അത് പൊടിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ആ കേക്ക് എടുത്ത് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചു കേട്ടോ. മൊത്തം വെട്ടിക്കളഞ്ഞാൽ ആർക്കും കഴിക്കാൻ മേലാതെ പൊടിയായി പോകൂലേ. അപ്പം അങ്ങനെ മാറ്റി വെച്ചേ. അപ്പോൾ പിന്നെ എല്ലാവരും അവിടെ ഇങ്ങനെ ഇരുന്ന് കേക്കും വൈനും ഒക്കെ കഴിക്കുകയാണ് കേട്ടോ. നല്ല വൈനായിരുന്നേ, നമുക്ക് ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള വൈനായിരുന്നു കേട്ടോ. അപ്പം മക്കൾക്കും കൊടുത്ത് അവർക്കും ഇഷ്ടമാണ് കേട്ടോ. മോൻ ജ്യൂസായിരിക്കും ഓർത്താണ് ഈ കുടിക്കുന്നത്. അങ്ങനെ നമ്മൾ എല്ലാവരും നമ്മളുടേതായ രീതിയിൽ കേക്കൊക്കെ മുറിച്ചു. വളരെ സന്തോഷത്തോടു കൂടി ക്രിസ്മസ് ആഘോഷിച്ചു കേട്ടോ. പിന്നെന്താണെന്ന് വെച്ചാൽ അവിടെ നന്നായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചെന്നപ്പോഴത്തേനും അത് മൊത്തം ബലൂണൊക്കെ ആയിരുന്നേ. അത് ഓരോന്നും പടപട പൊട്ടി ഒക്കെ പശ വിട്ടും ഒക്കെ താഴത്തോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കഴിച്ചിട്ട് നമുക്ക് പുറത്ത് പോയിട്ടാണ് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് അങ്ങനെ നമ്മളിവിടെ ഇരിക്കണം കേട്ടോ. ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേനും ചെല്ലാനാണ് പറഞ്ഞത്. അന്നേരത്തേനും നമുക്ക് ഓഫീസിലുള്ള എല്ലാവർക്കും കൂടി ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ കേക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും നമ്മൾ കേക്കൊക്കെ കൊടുത്തു കേട്ടോ. എല്ലാവർക്കും കൊടുത്തു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഓരോരുത്തർക്കും കേക്കൊക്കെ കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നല്ലൊരു സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവർക്കും കേക്ക് കൊടുത്തിട്ട് നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി കേട്ടോ. അങ്ങനെ നമ്മൾ ഗ്രാൻഡ് ഹയാത്ത് എന്ന് പറഞ്ഞ ഹോട്ടലിലായിരുന്നു കേട്ടോ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് പറഞ്ഞിരുന്നത്. അതായത് നമ്മുടെ ബോൾഗാട്ടി പാലസിൻ്റെ ഒക്കെ അടുത്തുള്ള അവിടെയായിരുന്നു കേട്ടോ ഫുഡ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി പോകണം കേട്ടോ. അവൻ്റെ സൈഡിലൊക്കെ പൂക്കളൊക്കെ വെച്ച് നന്നായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ തൂണിലൊക്കെ ഇങ്ങനെ ഈ പൂവിൻ്റെ ഇതൊക്കെ ഇങ്ങനെ ചുറ്റിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അങ്ങനെ അകത്തോട്ട് കയറിയപ്പോഴത്തേനും അകത്തൊക്കെ നന്നായിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ക്രിസ്മസിൻ്റെ. അപ്പോൾ മക്കളതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇളയാൾ ഭയങ്കര ഓട്ടമായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെയായിരുന്നു കേട്ടോ അവിടുത്തെ ഫുഡെന്ന് പറഞ്ഞാൽ ബുഫേ ആയിരുന്നു കേട്ടോ. അപ്പം എല്ലാം ഒന്ന് ഓടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാം ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ബുഫേ ആയതുകൊണ്ടൊന്നും കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ. മോനെ എടുത്ത് വെച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ലാണ്ട് ഞാൻ അവിടെ കണ്ടത് കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്ത് കഴിച്ചു. വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കഴിക്കാൻ പറ്റിയില്ലായിരുന്നു. കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് അങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ വേണം എടുത്ത് തന്ന കുറച്ച് ഭക്ഷണം മാത്രം കഴിച്ചു കേട്ടോ. ഇവരൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, ഐസ്ക്രീം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഇങ്ങനെ കേക്കിൻ്റെ ഒരു ഹൗസ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. മൊത്തം ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ അവിടെ. നമ്മളതൊക്കെ കണ്ട് എല്ലാവരും ഫോട്ടോ എടുക്കാനും അതിനും ഇതിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഭയങ്കര വലിയൊരു ക്രിസ്മസ് ട്രീ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. മോൾ അതൊക്കെ പോയി നോക്കി നിൽക്കുമായിരുന്നേ. നോക്കി ഭയങ്കര വലിയൊരു ക്രിസ്മസ് ട്രീ ആയിരുന്നു കേട്ടോ. നോക്കി ഇങ്ങനെ മൊത്തം ഡെക്കറേഷനൊക്കെ ചെയ്ത് ഇങ്ങനെ ഞാനിങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓടിപ്പോയി അതിൻ്റെ അകത്തൊക്കെ കയറുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് കായലുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മറൈൻ ഡ്രൈവിലൊക്കെ പോകുമ്പോൾ കാണുന്ന കായലില്ലേ, അതായിരുന്നു കേട്ടോ. ബോൾഗാട്ടി പാലസിൻ്റെയൊക്കെ അവിടെ അതേപോലത്തെ അപ്പോൾ കായലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ആ ഹോട്ടലിൽ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പനയുണ്ടായിരുന്നു, തെങ്ങ് പോലത്തെ എന്തോ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പം ഈ രീതിയിലാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചാനൽ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.